ബ്ലാസ്റ്റ് തമിഴിൽ നിന്നിറങ്ങിയ ഏറ്റവും പുതിയ മൂവിയാണ് ബ്ലാസ്റ്റ്. അർജുൻ, പ്രീതി മുകുന്ദൻ, അഭിരാമി, അർജുൻ ചിദംബരം എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. സംവിധാനം ചെയ്തിരിക്കുന്നത് സുഭാഷ് കെ രാജാണ്. രഘുറാം അദ്ദേഹം ഒരു കരാട്ടെ മാസ്റ്ററാണ്. ഭാര്യ നീലവേണി. അഭിരാമി എന്ന കഥാപാത്രം അദ്ദേഹം ഒരു ടൈലറാണ്. മകളായ നിളയെ അവതരിപ്പിക്കുന്നത് പ്രീതി മുകുന്ദനാണ്. ഇവർ ഒരു കൊച്ചു കുടുംബം. ഈ സിനിമയെ പറ്റി ഇതിന്റെ കഥ മൊത്തം നമുക്ക് അതിന്റെ സ്റ്റെപ്പ് വൈ ആയിട്ട് പറയണം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആവുന്നുണ്ട്. കഥാസന്ദർഭം നമ്മൾ പറയുന്നില്ല. പ്രകടനങ്ങൾ: അർജുൻ അദ്ദേഹം ഒരു കരാട്ടെ മാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ പ്രകടനം കരാട്ടെ അല്ല ഫൈറ്റ് രംഗങ്ങളിലാണെങ്കിലും ഇമോഷണൽ സീനുകളിലും അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മകൾ നീലവേണിയായിട്ട് അവതരിക്കുന്നത് പ്രീതി മുകുന്ദനാണ്. ഒന്നും പറയാനില്ല. ഫൈറ്റ് സീൻസ് ഒക്കെ കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ കഥാപാത്രം ഒരു പക്വതയോടെ ഒരു ഇരുത്തം വന്ന കഥാപാത്രത്തെ പോലെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഫൈറ്റിൽ മാത്രമല്ല ഇമോഷണൽ ആണെങ്കിലും ബാക്കിയുള്ള സീനുകളിലാണ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും അടിപൊളിയായിട്ട് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അഭിരാമി നീലവേണി എന്ന് പറഞ്ഞ ഭാര്യ കഥാപാത്രത്തെ അവരിച്ച അഭിരാമിയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിന് മികച്ച കഥാപാത്രങ്ങൾ കിട്ടുന്നത്. ഇതിലാണെങ്കിൽ ഒരു ഫൈറ്റ് രംഗങ്ങളിലൊക്കെ കിഡിലനായിട്ടുള്ള പ്രകടനമാണ് അഭിരാമിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒന്നും പറയാനില്ല. സർപ്രൈസ് ആയിട്ട് സിനിമ ട്രെയിലർ കണ്ടവരാണെങ്കിൽ അവർക്ക് അറിയാം. ട്രെയിലർ കാണാത്തവരാണെങ്കിൽ അവർ ത്രില്ലിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ അർജുൻ ചിദംബരം, നമുക്കറിയാം ഒരു ഭാഗത്ത് കിടിലനാണെങ്കിൽ മറുഭാഗവും അതിലും കിടിലനാണ്. അത് തന്നെയാണ് അർജുൻ. മികച്ച പ്രകടനമാണ് അർജുൻ ചിദംബരത്തിന്റെ പ്രകടനം. നെഗറ്റീവ് കഥാപാത്രത്തെയാണ് വില്ലനകത്ത് അവതരിക്കുന്നത്. അദ്ദേഹം കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് സിനിമയുടെ പ്ലസ് പോയിന്റ്. നമുക്ക് പിന്നെ പറയാം ഫൈറ്റ് കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫിനിക്സ് പ്രഭുവാണ്. ഒന്നും പറയാനില്ല. സാധാരണ ഫൈറ്റ് സിനിമയിലൊക്കെ കരോട്ടെ ആണെങ്കിൽ അതിന്റെ കുറെ റോപ്പിലും അതേപോലെ തന്നെ നാടൻ തല്ലും എല്ലാം കുത്തി കയറ്റിട്ടായിരിക്കും ഇങ്ങനെയുള്ള സിനിമകൾ ഇറക്കുന്നത്. എന്നാൽ ഇതിനകത്ത് എന്താണ് സിനിമ ആ രീതിയിൽ തന്നെ ഇവര് കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. കിടലിനായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം അടിപൊളിയായിട്ട് സിനിമയ്ക്ക് ഏത് രീതിയിലാണ് വേണ്ടത് ആ മൂഡിൽ തന്നെ ഇവർ ചെയ്യുന്നുണ്ട്. നമ്മളെ എൻഗേജിങ് ആക്കുന്നുണ്ട്. നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന മൂവ്മെന്റ്സ് എല്ലാം സിനിമയിൽ നല്ലപോലെ അവർ വരുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല തുടക്കം മുതൽ അവസാനം വരെ അടുത്ത സീനുകൾ എന്തായിരിക്കും എന്നുള്ള ആകാംക്ഷയിൽ നമുക്ക് കണ്ടിരിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്ന ആള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഫൈറ്റ് രംഗങ്ങളൊക്കെ രാത്രിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ അത് മനസ്സിലാവുന്ന രീതിയിൽ നല്ല കിടിലനായിട്ട് ക്യാമറ വർക്കുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കിടിലം സിനിമയാണ്. അപ്പം ഈ സിനിമ ഫ്ലോപ്പ്, ഹിറ്റ്, ആവറേജ്, സൂപ്പർ ഹിറ്റ്, മെഗാ ഹിറ്റ് എന്നീ ഗണത്തിലാണെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് മൂവി തന്നെയാണ്. മെഗാ ഹിറ്റ് ആവാനുള്ള എല്ലാ സാധ്യതകൾ തിയേറ്റർ കളക്ഷനിൽ ഒരു വമ്പൻ വിജയമായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു വീഡിയോ ഇട്ട് തരാം.